എല്ലാം വൈകുന്നേരത്തെ പ്രാർത്ഥന, രാവിലെ പിന്നെ ജപമാല ഇവിടെ നിന്നൊരു കൊച്ചയച്ചു തന്നു. അത് ഒരു ക്രിസ്ത്യൻ സഹോദരി എനിക്കൊരു ബൈബിൾ തന്ന് എന്നെ കൊണ്ടാവും വിധം അതെല്ലാം ഞാൻ വായിച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ 18 മണിക്കൂറും ഈ പ്രാർത്ഥനയിലും സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ അതെല്ലാം പ്രഭാഷണം എല്ലാം കേട്ടു. മനസ്സിനെ പതിയെ എനിക്കറിയാം മാനസിക രോഗത്തിൻ്റെ അവസ്ഥ. ഞാൻ ഒരുപാട് പേരെ കൊണ്ടുപോയി രക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ അറിയുന്നതിന് വേണ്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, മാനസിക രോഗം എന്നുള്ളത് എന്തെന്ന് അറിയുന്നതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഒരു ചികിത്സയും ആവശ്യമില്ലാതെ തിരിച്ചു വന്നു. സ്വപ്നം കാണാൻ പറ്റാത്ത 30 ലക്ഷം രൂപ പലരായിട്ട് സഹായിച്ച് എൻ്റെ കുട്ടി പോയി. അപ്പോൾ പോകാൻ നേരത്തെ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്ന്, അതിന് മുന്നേ അവൾക്ക് റിജക്ഷൻ ലെറ്റർ പിള്ളേർക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇവൾ ക്വാളിഫൈഡാണ്, പക്ഷേ മോൾക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അറിയിപ്പും വന്നില്ല. എന്നോട് പറഞ്ഞ അമ്മയുടെ മാതാവിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ, നിനക്ക് വിശ്വാസമല്ലേ? എനിക്ക് വിശ്വാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അമ്മ നടത്തി തരുമോ എന്ന് ഞാൻ ചോദിക്കാറില്ല, കാരണം അമ്മയെ ഏൽപ്പിച്ച കേസിൽ എനിക്ക് പിന്നെ സംശയമില്ല. അപ്പോഴവൾ പറഞ്ഞ് നാളെ രാത്രി 12 മണിക്കാണ് പറയുന്നത്, നാളെ 12 മണിക്കകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് എൻ്റെ എംബസിയിൽ നിന്ന് വരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം അമ്മേ, ഞാനും വന്ന് ഉടമ്പടി എടുക്കാം. 11:50 എൻ്റെ മോൾക്ക് വിസ തന്നെ ഇങ്ങ് വന്നു.